ആർത്തിരമ്പുന്ന തിരമാലകളോട് മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിൽ പോയി നടുക്കടലിൽ കൊമ്പനം പിടിച്ചു തിരിച്ചു പോരുന്ന മുക്കുവന്റെ മനോഗതമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഗതമെന്നാണ് അമേരിക്കൻ ഗറില്ല പോരാളി ചെഗുവേര പറഞ്ഞ വാക്കുകൾ. പക്ഷേ കമ്മ്യൂണിസത്തിന്റെ ആധികാരിക ആചാര്യനായ B.I. ലെനിന് വാദരോഗത്തെ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഏത് അറിവ് മനുഷ്യന് സമാധാനം നൽകും. കേട്ടോ, ഒരൊറ്റ സംഭവമാണ് പറയുന്നത്. ഉർവത്ത് ബിൻ സുബൈർ, വിശ്വപ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ. കേൾക്കണം, ഈ സ്റ്റേജിലിരിക്കുന്നവർ, ഇത് പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, പ്രബോധക സംഘങ്ങൾ, ഉജ്ജ്വലരായ വാഗ്മികൾ എല്ലാം ഉള്ളൊരു സദസ്സിലാണ് ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങളും നങ്കൂരമിടുമ്പോ സഹിക്കാൻ കഴിയുമോ? നേരിടാൻ കഴിയുമോ? നെഞ്ചൂക്കൂടെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഭാര്യയെ സമാധാനിപ്പിക്കാൻ, മക്കളെ സമാധാനിപ്പിക്കാൻ, അയൽപ്പക്കത്തെ സമാധാനിപ്പിക്കാൻ. ബാപ്പ മരിച്ചു പിരിയുമ്പോ, ഉമ്മ മരിച്ചു പിരിയുമ്പോ, ഭാര്യ മാരക രോഗത്തിന് അടിമപ്പെടുമ്പോ, മക്കൾ പിഴച്ചു പോകുമ്പോ, അന്യപുരുഷന്റെ കൂടെ മകൾ ഓടിപ്പോകുമ്പോ, പരീക്ഷണങ്ങളും നങ്കൂരമിടുമ്പോ, ഒരു സത്യവിശ്വാസിനിക്ക് പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. ഉർവത്ത് ബിൻ സുബൈർ, കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വലതുകാലിന് പഴുപ്പ് ബാധിച്ചു. അദ്ദേഹത്തിന്റെ വലതുകാൽ. സഹോദരിമാരെ, സിനിമ കാണുന്ന ലാഘവത്തോടെ, ഒരു കഥ പറയുന്ന ലാഘവത്തോടെ എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കരുത്. ഒരു ഇസ്ലാമിക പ്രസംഗത്തെയും നിങ്ങൾ കേൾക്കരുത്. മാറാൻ, നെഞ്ചകത്ത് സ്വീകരിക്കാൻ, പരിവർത്തനം ഉണ്ടാകാൻ, അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്. ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുടക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഉർവത്ത് ബിൻ സുബൈർ വലതുകാലം മുറിക്കാൻ തീരുമാനിക്കപ്പെട്ടപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ, അങ്ങയുടെ വലതുകാലം മുറിക്കണമെങ്കിൽ അനസ്തേഷ്യക്ക് വിധേയമാക്കണം, അങ്ങയെ മഴക്കി കിടത്തണം, അങ്ങ് മഴകിപ്പോകുന്ന അബോധാവസ്ഥയിലാവുന്ന മരുന്ന് കഴിക്കണം എന്ന് ഉർവത്ത് ബിൻ സുബൈറിനോട് പറഞ്ഞു. ഉടനെ ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞ വാക്കുകൾ, സഹോദരി ഭർത്താവിനെ ഓർമ്മപ്പെടുത്തണം, സഹോദരി മക്കളെ ഓർമ്മപ്പെടുത്തണം, സഹോദരി ലോകത്തെ ഓർമ്മപ്പെടുത്തണം. ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, എന്റെ നാഥനെ മറക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുന്ന ഒരു അബോധാവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എനിക്ക് എന്റെ നാഥനെ സ്തുതിക്കണം, എനിക്ക് എന്റെ നാഥനെ വായിക്കണം. അതുകൊണ്ട് എന്റെ വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റണം. ഒരു ചെറിയ ഇഞ്ചക്ഷൻ താങ്ങാൻ കരുത്തില്ലാത്ത, ഒരു ചെറിയ ആണി കയറിയാൽ ക്ഷമിക്കാൻ കരുത്തില്ലാത്ത, കല്ലിൽ കാല് വെച്ച് കുത്തിയാൽ പണ്ടാരടങ്ങാൻ എന്ന് പറയുന്ന നെറ്റിത്തടമ്പിൽ തഴമ്പുള്ള മുസൽമാനെ ഉർവത്ത് ബിൻ സുബൈർ, നീ അറിയണം, വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റാൻ ഉർവത്ത് ബിൻ സുബൈർ ആവശ്യപ്പെടുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഉർവത്ത് ബിൻ സുബൈറിന്റെ വലതുകാല് മുറിച്ചു മാറ്റുന്നു. ഹാ ഹോ എന്ന നിരക്കം പോലുമില്ലാതെ പുഞ്ചിരി തൂകിയ മുഖവുമായി ഉർവത്ത് ബിൻ സുബൈർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഉർവത്ത് ബിൻ സുബൈർ, 7 മക്കളിൽ അങ്ങയുടെ 7 മക്കളിൽ ആൺകുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു എന്ന്, അങ്ങയുടെ ആൺകുട്ടി മരിച്ചിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്. ഉർവത്ത് ബിൻ സുബൈറിന്റെ വാക്ക് അൽഹംദുലില്ലാഹ് മുജാഹിദുകൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, ആധുനിക മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടുണ്ടോ? എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണെന്ന് സൂറത്ത് ആൽ ഇംറാനിലെ വചനം അവരുടെ മനോമുഖരത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും നടക്കില്ലെന്ന ഉത്തമ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ കയറിയിട്ടുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ സ്വന്തം മകൻ മരിച്ചു എന്നാ അറിയണത്. മുറിച്ച കാലുമായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തു വരുമ്പോ, പടച്ചോനെ നീ എന്നെ പരീക്ഷിച്ചല്ലോ എന്ന വിലാപമല്ല, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉർവത്ത് ബിൻ സുബൈറിനോട് ചോദിച്ചു, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ എന്ന് ചോദിച്ചപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 7 മക്കളെ തന്നു, എന്റേതല്ലാതെ 7 മക്കളെയും എന്റെ റബ്ബ് തന്നതാ. എന്റെ റബ്ബ് തന്നതിൽ ഒന്നിനെ എന്റെ റബ്ബ് തിരിച്ചെടുക്കുമ്പോ ഞാൻ എന്തിനു വേദനിക്കണം? 6 എണ്ണത്തെ റബ്ബിനെടുക്കാമായിരുന്നു, 7 എണ്ണത്തെ റബ്ബിനെടുക്കാമായിരുന്നു. എന്നിട്ടും എന്റെ റബ്ബ് എന്നോട് ഔദാര്യം കാണിച്ചില്ലേ? അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ ബാപ്പ എന്ത് പറഞ്ഞു എന്ന് മലക്കുകളോട് അല്ലാഹ് ചോദിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിതാവിന് ബൈത്തുൽ ഹംദുണ്ട്, ബൈത്തുൽ ഹംദുണ്ട്. ഈ വിശ്വാസമാണ് മുസൽമാനെ പിടിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം. നാം അറിയണം.